ഒരു വ്യക്തിയിൽ ക്രമേണ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വികാസങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ മനുഷ്യൻ എത്ര അമ്പലത്തിൽ പോയി, നിങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണ്ണുകൊണ്ട് കണ്ടോളൂ, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു ഗുരുവായൂരപ്പനും നിങ്ങളെ രക്ഷിക്കില്ല. സത്യസന്ധമായി പറയാണ്, ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്നിട്ടാ പറയുന്നത്, ഞാൻ വെറുതെ പറയല്ലത്. കാരണം അതാണ് ഗുരുവായൂരപ്പൻ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വെറുതെ നിങ്ങൾ തൊഴുതുപോയത് കൊണ്ട് യാതൊരു പറയൂ നിങ്ങള്, ആ ഹിന്ദുക്കൾ ഓർക്കണം, വെറുതെ തൊഴുതു പോവാനല്ല അമ്പലം വെച്ചത്. ഭഗവാൻ അതാ പറയുന്നത്, നിങ്ങൾ എന്നെ വെറുതെ കണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. ജീവിച്ചിരുന്ന കൃഷ്ണനെ കിട്ടിയിട്ട് കണ്ടിട്ട് കാര്യമില്ല പറഞ്ഞാൽ പിന്നുണ്ടോ വിഗ്രഹം കണ്ടിട്ട്? ജീവിച്ചിരുന്ന കൃഷ്ണനെ കണ്ടിട്ട് ദുര്യോധനൻ എന്ത് മാറ്റം ഉണ്ടായി? കംസൻ എന്ത് മാറ്റം ഉണ്ടായി? മനസ്സിലായില്ലേ? എത്രയെത്രയോ ആളുകൾ കൃഷ്ണനെ കണ്ടിട്ടില്ലേ? ശിശുപാലൻ, ജരാസന്ധൻ കണ്ടിട്ടില്ലേ? മനസ്സിലാവുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇന്നും കൃഷ്ണന്റേതെന്ന് പറയുന്ന ഭൂമി, വൃന്ദാവനം പോലുള്ള ഭൂമി, ശരിക്കും ഇവിടെ കൃഷ്ണൻ ഇത്രയും പ്രസിദ്ധമാവാൻ കാരണം ഭാഗവതത്തിലൂടെയാണ് പ്രസിദ്ധനായത്, ക്ഷേത്രം കൊണ്ടല്ല പ്രസിദ്ധമായത്. ആഞ്ഞം നമ്പൂതിരിയെ പോലുള്ളവര് ഭാഗവതത്തിലൂടെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിങ്ങനെ ലോകത്തിലെല്ലാവർക്കും ഗുരുവായൂരപ്പനെ മനസ്സിലായി. ഭാഗവതത്തിലൂടെയാണ് ഗുരുവായൂരപ്പൻ സുപ്രസിദ്ധനായത്. ആണോ അല്ലയോ? അപ്പം അങ്ങനെയുള്ളൊരു ഗുരുവായൂരപ്പൻ ഭാഗവതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത്? പ്രദക്ഷിണം വെക്കണം, ഓങ്കാരാദി മന്ത്രം ചൊല്ലണം, മനസ്സിൽ കണ്ട് ആത്മസമർപ്പണം ചെയ്ത് കർത്തവ്യം, അനുഭവം, അതുപോലെ സേവനം, ഇത് മൂന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പരിശീലിക്കാൻ വേണ്ടിയാണ് ഒരു ക്ഷേത്രം വെച്ചിട്ടുള്ളത്. ഒന്ന് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞത്? എന്തിനാണ് ഒരു ക്ഷേത്രം വെച്ചിട്ടുള്ളത്? ഒരു ക്ഷേത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വിഗ്രഹം അങ്ങോട്ട് ദൈവമായി മാറും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മാറും തോന്നുന്നുണ്ടോ? അങ്ങനെ മാറാൻ പറ്റില്ല. ഇവിടെ പണ്ട് മാപ്പിള കലഹം എന്നൊരു ലഹള വന്നില്ലേ പണ്ട് കാലത്ത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? മലബാർ ലഹള കേട്ടില്ലേ? മലബാർ ലഹളയിലാണോ അറിയില്ല, എനിക്ക് തോന്നുന്നതോ തീപിടുത്തുള്ള സമയത്ത് പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് അഗ്നിബാധ ഉള്ളപ്പോഴാണോ ഇല്ല, ഗുരുവായൂരപ്പൻ കുറച്ചു കാലം അമ്പലപ്പുഴ പോയി താമസിക്കണ്ടായി. കേട്ടിട്ടുണ്ടോ അറിയില്ല ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? ഈ വിഗ്രഹം തന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയി അമ്പലപ്പുഴ കൊണ്ടുവച്ചിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു കലാപത്തിന്റെ സമയത്തായിരുന്നു ആക്രമണത്തിന്. കാരണം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം തല്ലിപ്പൊട്ടിക്കുമായിരുന്നു. ശബരിമല അയ്യപ്പന്റെ അമ്പലത്തിലുള്ള വിഗ്രഹം ആദ്യം അതൊരു ദാരുശില്പമായിരുന്നു. ദാരു എന്ന് പറഞ്ഞ മരം കൊണ്ട് അതിനെ